പക്ഷെ എന്തെങ്കിലും ഞാൻ എന്നെ പറ്റി അതും പറയാൻ നിങ്ങൾക്ക് ഒരു ഇതുമില്ല. അല്ല, ഈ ഉമ്മാൻ്റെ വർത്താനം കേട്ട വിചാരിക്കും നമ്മളാന്ന് എല്ലാം ഇവരെ പറഞ്ഞു. നിങ്ങളെ ആരും പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ പറയുന്നത് നിങ്ങളെ മോളാണ്. നിങ്ങളെ മോളെ നിങ്ങൾക്ക് അടക്കാൻ കഴിയില്ലെങ്കിൽ ഇനി യൂട്യൂബിൽ ഇങ്ങനെ നാറിക്കൊണ്ടേയിരിക്കും. നിങ്ങളെ മോള് നിങ്ങളെയും പിന്നെ അവളെ മോളെയും പറ്റിയിട്ട് പല മോശങ്ങളും അവളെ യൂട്യൂബ് ചാനൽ പറയുമ്പം ഇതിലെന്തെങ്കിലും ഒരു ശരിയുണ്ടോ നോക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ ചാനൽ നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ അതിലൂടെ കയറി വെക്കുമ്പോൾ നിങ്ങളെ മറുപടി കേട്ടു. നിങ്ങൾ ഉമ്മയും മക്കളും ഈ യൂട്യൂബിലെ കൂടെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം പറയേണ്ടത്. മര്യാദയ്ക്ക് അവനവൻ്റെ വീട്ടിൽ പോയിട്ട് നിന്നിട്ട് സംസാരിച്ചിട്ട് ഇതിലൊരു സമാധാനം കണ്ടെത്തലാണ്. അല്ലാണ്ട് ഇത് മോള് പറയും നിങ്ങൾ പറയും മോള, അതും യൂട്യൂബിൽ. നെതിരാക്ക് ഇട്ട് കൊടുത്ത സ്വർണം ഞാൻ കൊടുത്തതാണ്, നിങ്ങൾ ഇട്ട് കൊടുത്തതല്ല. പിന്നെ നെതിരാരെ കഴുത്തി കിടക്കണ മാല മാറ്റി മേടിച്ചെന്ന് പറഞ്ഞാൽ അത് 3 പവന്റെ കുലിസ് കൊടുത്തു വിട്ടിട്ടാണ് എടുത്ത് കാണിക്കുന്നത്. ആ മാലയാണ്, അല്ലെ മാറ്റി സ്വർണം മേടിച്ചതല്ല. സാധാരണ കല്യാണം കഴിയുന്ന മക്കൾക്ക് ഉപ്പയും ഉമ്മയും തന്നെയാണ് സ്വർണം കൊടുക്കാറ്. അതിന് അവളത് നിങ്ങൾ അവൾക്ക് കൊടുത്തു എന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ നിങ്ങളത് തിരിച്ച് വാങ്ങിയെന്നും അവൾ പറയുന്നുണ്ട്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എല്ലാം പറയുന്നത് യൂട്യൂബിൽ നിന്ന് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് ഇത് ലോകർ മൊത്തം അറിയുന്നത്. നിങ്ങളെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ലോകത്തിലെ ആൾക്കാർ തേച്ചും അറിയുന്നു. അതറിയുമ്പോൾ എന്താ നിങ്ങൾ രണ്ടാളും നാണം കെടുന്നു. പക്ഷേങ്കിൽ അത് നെജില മനസ്സിലാക്കുന്നില്ല. നെജില നിങ്ങളെപ്പറ്റി കുറ്റം പറയുമ്പോൾ നെജില വിചാരിക്കുന്നത് അതെൻ്റെ ഉമ്മാനെ പറ്റിയല്ലേ ഞാൻ കുറ്റം പറയുന്നത്, അപ്പോൾ അതെൻ്റെ ഉമ്മാക്കാൻ മോശം അല്ല. അവളാണ് ഈ ലോകത്ത് നാണം കെടുന്നെന്ന് അവൾക്ക് ഒരു ബുദ്ധിയുമില്ല, ഒരു വിവരവുമില്ല. അങ്ങനെ ഇരിക്കട്ടെ, അത് പോട്ട്. പിന്നെ എന്നെ പറ്റി അതും പറയുന്നത് സൂക്ഷിച്ചു വേണം. ഞാൻ നിങ്ങൾ ആരെ ഒരു കാര്യങ്ങൾക്കും ഇടപെടാൻ വരുന്നില്ല. നെജില പറയുന്ന കാര്യങ്ങളല്ലേ വെച്ചാൽ നിങ്ങൾക്കറിയാവുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്ത് രണ്ടുപേരും പിന്നോട്ടോട്ട് വന്ന് നിങ്ങൾ തിരക്കിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ കൂടെ നിങ്ങൾ സംസാരിക്കുക, എന്തേരാ ചെയ്യും. എന്നെപ്പറ്റി പറഞ്ഞാലുണ്ടല്ല, എനിക്ക് ചോദിക്കാനും പറയാനും ആരും എല്ലാവരും ഉണ്ട്. എന്നെപ്പറ്റി പറഞ്ഞാൽ എനിക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് കരുതല്ലേ. എന്നെ എത്രേ അപമാനിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടാതിരുന്നാണ്. ഞാൻ ക്ഷമിക്കുകയാണ്. പടച്ചോനെ പറഞ്ഞ് ഞാൻ നല്ലൊരു നാളുമാണ്, ക്ഷമിക്കണം. എന്നെ പറയുന്നത് അനാവശ്യമായിട്ട് യാതൊരു കാര്യം പറയില്ലേ. ആ തട്ട അത് എന്തിനാണ് പറയണത്? നിങ്ങൾക്കും ഉണ്ടല്ലോ മക്കൾ, നാളെ തിരിഞ്ഞു നിൽക്കും. എന്നെ നദില പറയുന്നതിന് പറഞ്ഞോട്ടെ, എനിക്ക് യാതൊരു സംശയമില്ല. അള്ളാരെ കണ്ണ് മറയ്ക്കാൻ പറ്റൂലല്ലേ, ലോകരെ കണ്ണും എൻ്റെ കണ്ണും മറയ്ക്കാൻ പറ്റും. ഞാൻ മോള പിടിച്ചു വാങ്ങിയതല്ല, അവള് സ്വന്തം ഇഷ്ടത്തിന് വന്നതാണ്. അവള് വന്ന് അവള് നിൽക്കുന്നു. അന്നും എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. ഈ മക്കളെല്ലാവരും 3 പേരും ആഹാരം കഴിക്ക്, ഉറങ്ങാൻ മാത്രം അങ്ങ് പോകും പഠിക്കും. ഈ നെജിലയുടെ മൂത്ത കുട്ടി, അതായത് മസ്റൂറ എന്ന് പറയുന്ന ആ കുട്ടി, അവർ ഉമ്മാൻ്റെ അടുത്ത് പോയതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. അവിടെ ഉമ്മാൻ്റെ അടുത്ത് പോയി മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ചാനലൊക്കെ ആക്കി. അത് പിന്നെ നെജില മുമ്പേ മോക്ക് സോഷ്യൽ മീഡിയ പരിചയപ്പെടുത്തി കൊടുത്തെന്നൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ പരിചയപ്പെടുത്തി കുട്ടി അത് പഠിച്ചെടുത്ത് കുട്ടി അത് നെജിലാൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഉമ്മാൻ്റെ മൊബൈലിൽ ചാനലാക്കി. അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിലെ കൂടിയാണ് പറയൽ. നെജില ഉമ്മാനെ കുറ്റം പറയൽ യൂട്യൂബിൽ. അപ്പം നെജിലാൻ്റെ ഉമ്മ നെജിലാനെ കുറ്റം പറയൽ യൂട്യൂബിലെ കൂടി നിങ്ങൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ആൾക്കാർ തേച്ചും കേൾക്കും. മറിച്ച് നിങ്ങൾ അവനവൻ്റെ രണ്ടാളെ വീടുകളിൽ ഒതുങ്ങിയിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചാൽ ആരും അറിയൂല. നിങ്ങളെ മോള് യൂട്യൂബിൽ വന്നിരുന്നിട്ട് നിങ്ങളെ പല കുറ്റങ്ങളും പറയുമ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറയലുണ്ട്, ഉമ്മമാർ ഒരിക്കലും യൂട്യൂബിൽ വന്നിട്ട് കുറ്റം പറയാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് സംസാരിച്ച് തീർക്കണമെന്ന്. മസ്റാമോൾ ഇഷ്ടത്തിനാണ്. മസ്റാമോൾ നല്ലതുപോലെ പഠിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ 4ാമത്തെ പരീക്ഷ എഴുതിയിട്ട് വന്നേക്കുന്നത്. അവൾ നല്ലതുപോലെ പരീക്ഷ എഴുതി, ഒരു കുഴപ്പമില്ല. ട്യൂഷന് പോണ്, എല്ലാം ചെയ്യുന്നതാണ്. ഈ നെജിലാൻ്റെ മൂത്ത കുട്ടി ഉമ്മാൻ്റെ അടുത്ത് വന്നത് പിന്നെ ഷാൻ്റെ എന്തോ ഒരു എന്താ പറയുക ഇടങ്ങേറ് കൊണ്ടാന്ന് വന്നെന്നാണ് ആദ്യമൊക്കെ പറഞ്ഞത്. പക്ഷേങ്കിൽ ഇപ്പം പറയുന്ന അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. അവൾ സ്വമേധയാ പോയതാണ്. എന്നാൽ പോയിക്കഴിഞ്ഞാൽ നിൻ്റെ ഉമ്മാരുടെ അടുത്താണ്. അപ്പം നീ കുട്ടീനെ അവിടെ നിൽക്കാൻ വേണ്ടി സമ്മതിക്കുക. അല്ലാണ്ട് അവിടെ പോയി നിന്നേന് നിൻ്റെ മോളെ നീ എല്ലാം മറന്ന് കുറ്റം പറയല്ല വേണ്ടത്. നെജിലാൻ്റെ മോള് നെജിലാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയത് നെജിലാൻ്റെ ഇപ്പോഴത്തെ ഭർത്താവില്ലേ ഷാൻ, അവൻ്റെ ശല്യം കൊണ്ടാണ്.
ഇപ്പം ആ മോൾ അവിടെ പോയി നിന്നതിനാണ് ഇവളെ ഇവിടുന്ന് പല പല ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് യൂട്യൂബിൽ കൂടി കാണിച്ചിട്ട് എല്ലാവരും കൂടി കഴിക്കും. നെജിലാരെ ഉമ്മ ഇപ്പം പറഞ്ഞ് 3 മക്കളെയും ഞാൻ തന്നെയാണ് നോക്കാറ്. കാരണം അത് അവളെ മുന്നേ ഒരു ജോലിക്ക് പോക്കുണ്ടെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ നെജില പറഞ്ഞത് ഞാൻ ഇവിടെ വീട്ടിൽ പൂട്ടിയിട്ടിട്ടാണ് പോകല്. പക്ഷേങ്കിൽ അവളെ ഉമ്മ പറയുന്നത് ഞാനാണ് 3 മക്കളെയും നോക്കി ആളാക്കി എടുത്തത്. ഇപ്പം അവൾക്ക് എന്നെ പറ്റൂ. ഉമ്മ മോളെയും മോളും ഉമ്മാനെയും കുറ്റം പറയുന്ന ഒരേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഇവരെ 2 ചാനൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടെന്താ, വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും നാട്ടുകാർ കേട്ടിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കാമല്ലോ.